നമസ്കാരം. വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ പരാജയപ്പെട്ടതിന് പിന്നിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ ഗൂഢാലോചനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബില്ല് പാസാക്കാൻ കഴിയാത്തതിൽ രാജ്യത്തെ അമ്മമാരോടും സഹോദരിമാരോടും മാപ്പ് ചോദിച്ച പ്രധാനമന്ത്രി രാജ്യത്തെ സ്ത്രീകളുടെ മുന്നേറ്റം തടഞ്ഞ സ്വാർത്ഥ രാഷ്ട്രീയത്തിന് മുന്നിൽ ജനങ്ങൾ മാപ്പ് നൽകില്ലെന്നും പറഞ്ഞു. കോൺഗ്രസ്, DMK, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളുടെ സ്വാർത്ഥത കാരണമാണ് വനിതാ ബില്ല് പരാജയപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. ബില്ലിന്റെ പരാജയത്തെ പാർലമെന്റിൽ ആഘോഷിച്ചവരെ സ്ത്രീകൾ തിരിച്ചറിയുമെന്നും ഈ പാപത്തിന് ജനങ്ങൾ അവർക്ക് ശിക്ഷ നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസിനെ പരാതജീവി എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം പ്രാദേശിക പാർട്ടികൾ വളരുന്നത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ഇപ്പോൾ നിലനിൽപ്പിനായി അവരെ ആശ്രയിക്കുകയാണെന്നും പരിഹസിച്ചു. 2029 മുതൽ രാജ്യത്ത് വനിതാ സംവരണം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ സത്യസന്ധമായ നീക്കം നടത്തിയത്. പകുതി വരുന്ന ജനസംഖ്യയുടെ അവകാശം ഉറപ്പാക്കാൻ കൊണ്ടുവന്ന നിയമം ആരിൽ നിന്നും ഒന്നും കവരാനുള്ളതല്ല, മറിച്ച് എല്ലാവർക്കും അർഹമായത് നൽകാനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ച പ്രതിപക്ഷത്തിന്റെ നടപടി കാലഘട്ടം പൊറുക്കില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു. മണ്ഡല പുനർനിർണയത്തെക്കുറിച്ച് കോൺഗ്രസ് കള്ളപ്രചാരണം നടത്തുകയാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലും സീറ്റുകൾ ഒരേ അനുപാതത്തിൽ വർദ്ധിപ്പിക്കുമെന്നും ആരുടെയും ശക്തി കുറയ്ക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയതാണ്. ഇത് മറച്ചുവെച്ച് ജനങ്ങളെ കബളിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കുടുംബ പാർട്ടികൾക്ക് സ്വന്തം കുടുംബത്തിന് പുറത്തുള്ളവർ ഉയർന്നു വരുന്നത് ഇഷ്ടമല്ലെന്നും മോദി പരിഹസിച്ചു. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ കഴിവ് തെളിയിച്ച അനേകം വനിതകൾ രാജ്യത്തുണ്ടെന്നും അവരുടെ രാഷ്ട്രീയ ഭാവിയെ തകർക്കാനാണ് ഇത്തരം പാർട്ടികൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീ ശക്തിക്ക് മുന്നിൽ ഇത്തരം ഗൂഢാലോചനകൾ വില പോകില്ലെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. പ്രതിപക്ഷ പാർട്ടികൾ സ്ത്രീകളുടെ അവകാശങ്ങളെക്കാൾ ഉപരി സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനാണ് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബില്ല് പരാജയപ്പെട്ട നിമിഷം പാർലമെന്റിൽ പ്രതിപക്ഷ അംഗങ്ങൾ കൈയടിച്ച് ആഘോഷിച്ചത് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്നതായിരുന്നു. ഈ കൈയടിയിലൂടെ രാജ്യത്തെ സ്ത്രീകളെ അവർ അവഹേളിക്കുകയാണെന്നും ഈ അപമാനത്തിന് സ്ത്രീകൾ ഒരിക്കലും മാപ്പ് നൽകില്ലെന്നും മോദി പറഞ്ഞു. 21ാം നൂറ്റാണ്ടിലെ സ്ത്രീകൾ എല്ലാം മനസ്സിലാക്കുന്നവരാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വനിതാ സംവരണം തടഞ്ഞ പാപത്തിനുള്ള ശിക്ഷ വരും കാലങ്ങളിൽ ഈ പാർട്ടികൾക്ക് ലഭിക്കുമെന്നും അവർ നടത്തിയ ഗൂഢാലോചനകൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡല പുനർനിർണയത്തെക്കുറിച്ച് കോൺഗ്രസ് കള്ളപ്രചാരണം നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. എല്ലാ സംസ്ഥാനങ്ങളുടെയും സീറ്റുകൾ ഒരേ അനുപാതത്തിൽ വർദ്ധിപ്പിക്കുമെന്നും ആരുടെയും അവകാശങ്ങൾ കവരില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം അറിയിച്ചു. ഭരണഘടനയും രാജ്യത്തെ സ്ത്രീകളെയും പ്രതിപക്ഷം അപമാനിച്ചുവെന്നും മോദി കുറ്റപ്പെടുത്തി. 2029 മുതൽ വനിതാ ബില്ല് നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോക്സഭാ സീറ്റുകൾ 543 നിന്ന് 816 ഉയർത്താൻ സർക്കാർ നിർദ്ദേശിച്ചത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ 3/2 ഭൂരിപക്ഷം ലഭിക്കാത്തതിനാലാണ് ബില്ല് പരാജയപ്പെട്ടത്. വോട്ടെടുപ്പിൽ 298 അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 230 പേർ എതിർത്തു. 352 വോട്ടുകളാണ് ബില്ല് പാസ്സാകാൻ ആവശ്യമായിരുന്നത്. നാരിശക്തി വന്ദന നിയമം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും പകുതി വരുന്ന ജനസംഖ്യയുടെ അവകാശം സംരക്ഷിക്കാൻ സത്യസന്ധമായ നീക്കമാണ് നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ത്രീകളുടെ കൂടെ നിൽക്കുവാനുള്ള സുവർണാവസരം കോൺഗ്രസ് കളഞ്ഞുകുളിച്ചുവെന്നും അദ്ദേഹം വിമർശിച്ചു. പഴയ തെറ്റുകൾ തിരുത്താൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നും പ്രാദേശിക പാർട്ടികളെ ആശ്രയിച്ച് കഴിയുന്ന ഒരു പരാതിജീവിയായി കോൺഗ്രസ് മാറിയെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു. ബില്ലിന്റെ പരാജയത്തിന് പിന്നാലെ BJPയിലെ വനിതാ MPമാർ പാർലമെന്റ് സമുച്ചയത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. സ്ത്രീകളെ അപമാനിക്കുന്നത് ഇന്ത്യ സഹിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അവർ പ്രതിപക്ഷത്തിനെതിരെ രംഗത്തെത്തിയത്. എങ്കിലും സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി താൻ പോരാട്ടം തുടരുമെന്ന് നരേന്ദ്രമോദി ഉറപ്പ് നൽകി. രാഷ്ട്രീയ തടസ്സങ്ങൾക്കിടയിലും നാരീശക്തി ആദരിക്കുന്ന ഒരു നിയമ സംവിധാനം രാജ്യത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്.